ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കാൻ സിമ്പിളാണ്. നമുക്ക് ഒത്തിരി പ്രൊജക്റ്റൊക്കെ കൊടുക്കാനും പറ്റും കേട്ടോ. ഫ്ലവർ പോട്ട് സെറ്റ് ചെയ്യാം, അതുപോലെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിലോട്ട് സെറ്റ് ചെയ്യാം, ജ്വല്ലറി മേക്കിങ്ങിന് എല്ലാം പറ്റിയൊരു ഫ്ലവറാണ്. ഇതിൻ്റെ സ്റ്റിച്ച് ബേസിലാണ് നമുക്ക് സൈസ് ചെറുതും വലുതും ചെയ്യുന്നത്. ഡബിൾ ക്രോഷ്യോ വെച്ചിട്ട്, ഹാഫ് ഡബിൾ ക്രോഷ്യോ വെച്ച്, ട്രിപ്പിൾ ക്രോഷ്യോ വെച്ചൊക്കെ നമുക്ക് ചെയ്യാം. ഹാഫ് ഡബിൾ ക്രോഷ്യോ വെച്ച് ചെയ്യുമ്പോൾ ഫ്ലവറിൻ്റെ വലിപ്പം കുറഞ്ഞിരിക്കും. ഡബിൾ ക്രോഷ്യോ വെച്ച് ചെയ്യുമ്പോൾ ഒന്നുകൂടെ വലുതായിരിക്കും. ട്രിപ്പിൾ ക്രോഷ്യോ ചെയ്യുമ്പോൾ ഒന്നും കൂടെ വലിപ്പമായിരിക്കും കേട്ടോ. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താണ് നമുക്ക് ഈ ഫ്ലവർ ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഡബിൾ ക്രോഷ്യം ട്രിപ്പിൾ ക്രോഷ്യം ഒക്കെ ചെയ്യാൻ അറിയാമെന്നുള്ളവർക്ക് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഒരു ഫ്ലവർ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇത് അക്രലിക് യാണിൻ്റെ കനം കുറഞ്ഞ യാണാണേ. 3mm ഹൂക്ക് ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു ഫ്ലവർ എന്ന് പറയുമ്പോൾ കുഞ്ഞ് ഫ്ലവർ പോട്ടൊക്കെ സെറ്റ് ചെയ്തെടുക്കാം, അതുപോലെ ബ്രേസ്ലെറ്റ് എല്ലാം നല്ല ഒത്തിരി പ്രോജക്റ്റുകൾ ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു ഫ്ലവർ പഠിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് മാജിക് റിങ് സ്റ്റാർട്ട് ചെയ്യാം. മാജിക് റിങ്ങിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. മാജിക് റിങ്ങിനകത്താണ് നമുക്ക് ബാക്കി സ്റ്റിച്ചസ് എല്ലാം ഇട്ട് കൊടുക്കാനുള്ളത്. മാജിക് റിങ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് 3 ചെയിൻ ഇട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ ഈ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ട്രിപ്പിൾ ക്രോഷ്യോ വെച്ചിട്ടുള്ള ഫ്ലവറാണ്, അതുകൊണ്ടാണ് 3 ചെയിൻ സ്റ്റാർട്ട് ചെയ്യുക. ട്രിപ്പിൾ ക്രോഷ്യോ എന്ന് പറയുമ്പോൾ 2 ചുറ്റി ഈ മാജിക് റിങ്ങിനകത്തൂടെ ഇൻസേർട്ട് ചെയ്ത് സാധാ നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യ സിമ്പിളാണ് കേട്ടോ. 3 പ്രാവശ്യം ഇതുപോലെ ഒന്ന് എടുത്താൽ മതി. ഇനി അതുപോലെ തന്നെ ഒരു ട്രിപ്പിൾ ക്രോഷ്യ കൂടെ ചെയ്യാം. എത്ര എണ്ണം വേണമെങ്കിലും ചെയ്യാം. നമുക്ക് ഈ പെറ്റലിൻ്റെ വീതി എത്ര വേണം അതിനനുസരിച്ച് നമുക്ക് ഇത് ചെയ്തെടുക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ 3 ചെയിനിൽ സ്റ്റാർട്ട് ചെയ്ത് അതൊരു ട്രിപ്പിൾ ക്രോഷ്യയാണ്. അടുത്ത 2 ട്രിപ്പിൾ ക്രോഷ്യ കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ട്രിപ്പിൾ ക്രോഷ്യ കൂടെ ഞാനിവിടെ ചെയ്യുവാണേ. ഇപ്പോൾ 4 ട്രിപ്പിൾ ക്രോഷ്യ. ഈ 3 ചെയിൻ എന്ന് പറയുമ്പോൾ ഒരു ട്രിപ്പിൾ ക്രോഷ്യയ്ക്ക് തുല്യമാണ്. അപ്പോൾ 4 എണ്ണമായി. ഇനി നമുക്ക് 3 ചെയിൻ ക്ലോസ് ചെയ്യാനാണ്. ഈ പെറ്റൽ ക്ലോസ് ചെയ്യണം. അപ്പോൾ 3 ചെയിൻ കൊടുത്ത ശേഷം സ്ലിപ്പ് നോട്ട്, ഈ മാജിക് റിങ്ങിനകത്ത് സ്ലിപ്പ് നോട്ട് കൊടുത്താൽ മതി. ഇതാണ് ഒരു പെറ്റൽ. സിമ്പിളാണ് സംഭവം. ഇത് കണ്ടോ, നമുക്ക് ഈ മാജിക് റിങ് കൊടുത്തു കഴിഞ്ഞാൽ എത്ര പെറ്റൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു പെറ്റൽ കംപ്ലീറ്റ് ആയി നല്ല ഭംഗിയായിട്ടൊരു പെറ്റൽ കിട്ടിയുണ്ടോ. ഇനി ഈ പെറ്റലിന് നമുക്ക് വീതി കൂട്ടണമെന്നുണ്ടെങ്കിൽ ട്രിപ്പിൾ ക്രോഷ്യയുടെ എണ്ണം കൂട്ടിയാൽ മതി. എത്ര വീതിയുള്ള പെറ്റലും ചെയ്തെടുക്കാം. ഇതിപ്പോൾ 5 ട്രിപ്പിൾ ക്രോഷ്യ, ഈ 3 ചെയിന്, അത് കഴിഞ്ഞ് 3 ട്രിപ്പിൾ ക്രോഷ്യ, ഇവിടെ 3 ചെയിൻ ഇട്ടിട്ട് കണ്ടോ. ഇതിപ്പോൾ 5 ട്രിപ്പിൾ ക്രോഷ്യയാണേ. ഇനി ഇതുപോലെ തന്നെ പെറ്റൽ ചെയ്തെടുക്കാം. അടുത്ത പെറ്റൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 3 ചെയിൻ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ട്രിപ്പിൾ ക്രോഷ്യ. ട്രിപ്പിൾ ക്രോഷ്യയ്ക്ക് 2 ചുറ്റും. ട്രിപ്പിൾ ക്രോഷ്യ ഡബിൾ ക്രോഷ്യ മാത്രം പഠിച്ചാൽ മതി കേട്ടോ ഈ ഫ്ലവർ ചെയ്യാനായിട്ട്. ഇതുപോലെ തന്നെ ട്രിപ്പിൾ ക്രോഷ്യ 3 എണ്ണം ഞാൻ കൊടുക്കുവാണ് കേട്ടോ. 2 സൈഡിലും 3 ചെയിനാണ് വരാനുള്ളത്. ഇപ്പോൾ 3 ചെയിനും 2 ട്രിപ്പിൾ ക്രോഷ്യയായി. ഇനി ഒരു ട്രിപ്പിൾ ക്രോഷ്യ കൂടെ കൊടുക്കുവാണേ. ഒരു ചെയിനും 3 ട്രിപ്പിൾ ക്രോഷ്യ ആയിട്ടുണ്ട്. ഇനി 3 ചെയിൻസ് ഇട്ട് മാജിക് റിങ്ങിൽ നമുക്ക് സ്ലിപ്പ് നോട്ട് കൊടുക്കണം കണ്ടോ. ഈ മാജിക് റിങ്ങിനകത്ത് സ്ലിപ്പ് നോട്ട് കൊടുത്താൽ മതി. ഇപ്പം 2 പെറ്റൽ കംപ്ലീറ്റ് ആയി. സിമ്പിളാണ് കണ്ടല്ലേ. നമുക്ക് എത്ര പെറ്റൽ വേണമെങ്കിലും ഇതേ കണക്കിന് ചെയ്തെടുത്താൽ മതി. ഇത് കണ്ടോ, 2 പെറ്റൽ ഇവിടെ റെഡിയായി. ഇനി അടുത്ത പെറ്റൽ ചെയ്യുമ്പോഴും 3 ചെയിൻ സ്റ്റാർട്ട് ചെയ്യണം. ഇതുപോലെ 3 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യണം. അത് കഴിഞ്ഞ് 3 ചെയിൻസ് എടുത്ത് സ്ലിപ്പ് നോട്ട് കൊടുത്താൽ മതി. ഈ 2 പെറ്റൽ ചെയ്തതുപോലെ തന്നെയാണ്. പിന്നെ ഞാനിവിടെ 3 പെറ്റൽ ഇവിടെ കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. ഞാനിവിടെ 5 പെറ്റൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ ഈ നീഡിലിരിക്കുന്ന സൈഡ് കണ്ടോ, ഇതിനെ ഒന്ന് ജസ്റ്റ് കുറച്ചിങ്ങനെ നീട്ടി വെച്ച ശേഷം കട്ട് ചെയ്തെടുക്കാം. ഇതുണ്ടോ, ഈ ഇപ്പോൾ കട്ട് ചെയ്തത് ഈ മാജിക് റിങ്ങിനകത്തൂടെ നമുക്ക് ബാക്ക് സൈഡിലൂടെ ഇങ്ങനെ എടുക്കണം കണ്ടോ.
ഇനി മാജിക് റിങ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. മാജിക് റിങ്ങിൻ്റെ ഈ ടൈൽ പിടിച്ചൊന്ന് ടൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഫ്ലവർ ഇവിടെ റെഡിയായി. വേണ്ട, സിമ്പിളാണ് ഈ ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട്. കണ്ടോ, ഫ്ലവർ നല്ല ഭംഗിയായിട്ട് കംപ്ലീറ്റ് ആയി. ഇതിപ്പോൾ നമ്മളിനി ഫ്ലവർ പോട്ടിനൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയോ? ഇതാ ഇവിടെ നമുക്ക് വയറിൽ ഇവിടെ ഒരു ബീഡ് ഇട്ട് കൊടുത്ത് ആ ബീഡ് നമുക്ക് ആ വയറിൻ്റെ ഉള്ളിലാക്കി ബാക്ക് സൈഡിലൂടെ എടുത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ലീഫും എല്ലാം സെറ്റ് ചെയ്ത് ഒരു പോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ പോട്ട് റെഡിയാക്കി എടുക്കാം. ഇത് ബാക്ക് സൈഡിൽ ഇങ്ങനെ കെട്ടിക്കൊടുത്താൽ മതി. ഈ 2 ടൈലും ടൈറ്റ് പിടിച്ച് കെട്ടി കൊടുത്താൽ മതി. കണ്ടോ, ഇനി ഇത് അഴിഞ്ഞു വരത്തില്ല. കണ്ടോ, നല്ല രസമല്ലേ കാണാനായിട്ട്? നല്ല ഫ്ലവർ ഉണ്ടോ? ഈ ഫ്ലവർ പല വലിപ്പത്തിലും നമുക്ക് ചെയ്യാൻ കേട്ടോ. ഇതിപ്പോൾ ട്രിപ്പിൾ ക്രോഷ്യ വെച്ചിട്ടല്ലേ ചെയ്തത്. ഇനി നമുക്ക് ഡബിൾ ക്രോഷ്യ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്യുമ്പോൾ സൈസ് ഇച്ചിരി ഒന്ന് കുറവായിരിക്കുമെന്നേ ഉള്ളൂ. കണ്ടോ, നല്ല ഭംഗിയുള്ള ഫ്ലവർ അല്ലേ? ഇതിനകത്ത് നമുക്ക് സീക്വൻസോ ബീഡ്സോ ഒക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇവിടെ ബീഡ്സ് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ബീഡ്സും ലീഫും എല്ലാം സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ചെറിയ ഒരു ഫ്ലവർ കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ട്രിപ്പിൾ ക്രോഷ്യ വെച്ച് ചെയ്തതാണ്. ചെറിയ ഫ്ലവർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്തെടുക്കണം. മാജിക് റിങ് ഞാൻ ഇട്ട് കൊടുക്കുവാണേ. ഫസ്റ്റ് ഇത് സ്റ്റാർട്ട് ചെയ്തതുപോലെ തന്നെയാണ് മാജിക് റിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യണം. ഈ മാജിക് റിങ്ങിനകത്താണ് നമുക്ക് എല്ലാ സ്റ്റിച്ചും ചെയ്ത് കൊടുക്കാനുള്ളത്. ഡബിൾ ക്രോഷ്യ വെച്ച് നമ്മൾ ചെറിയ ഫ്ലവർ ചെയ്യുമ്പോൾ 2 ചെയിൻ കൊടുത്താൽ മതി. ഡബിൾ ക്രോഷ്യയ്ക്ക് എപ്പോഴും 2 ചെയിനാണല്ലോ, ട്രിപ്പിൾ ക്രോഷ്യയ്ക്ക് 3 ചെയിൻ. ഇപ്പം ഞാനിവിടെ 2 ചെയിൻ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡബിൾ ക്രോഷ്യ. കണ്ടോ, ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ പെറ്റലിൻ്റെ വലിപ്പം കുറഞ്ഞിരിക്കും. ഒരു ഡബിൾ ക്രോഷ്യ ഇവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സെയിം ചെയ്തതുപോലെ തന്നെ കേട്ടോ, 3 ഡബിൾ ക്രോഷ്യയാണ് കേട്ടോ അകത്ത് ചെയ്യുന്ന ഇത്. കണ്ടോ, 2 ചെയിൻ ഈ എൻഡിൽ സ്റ്റാർട്ട് ചെയ്ത് അത് കഴിഞ്ഞ് 3 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ഇനി 2 ചെയിൻ ഇവിടെ 2 ചെയിൻ ചെയ്ത് സ്ലിപ്പ് നോട്ട് കൊടുക്കണം. റിങ്ങിനകത്ത് ഇങ്ങനെ ഒരു സ്ലിപ്പ് നോട്ട് കൂടെ കൊടുത്താൽ മതി. ഒരു പെറ്റൽ റെഡിയായി. കണ്ടില്ലേ? ഇതാണ് നമുക്ക് കുഞ്ഞു ഫ്ലവർ ചെയ്തെടുക്കാനുള്ള വഴി കേട്ടോ. ഇതാ ഒരു പെറ്റൽ നല്ല ഭംഗിയായിട്ട് റെഡിയായി. ഇതുപോലെ തന്നെ നമുക്ക് 4 പെറ്റൽ ഇവിടെ ചെയ്തെടുക്കാം. അടുത്ത പെറ്റൽ ചെയ്യുമ്പോൾ 2 ചെയിൻ ഇട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഡബിൾ ക്രോഷ്യ. 2 ചെയിൻ ഒരു ഡബിൾ ക്രോഷ്യയ്ക്ക് തുല്യമാണ്. 5 ഡബിൾ ക്രോഷ്യ വേണം. 2 ചെയിൻ ഇട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അകത്ത് 3 ഡബിൾ ക്രോഷ്യ, ലാസ്റ്റ് 2 ചെയിൻ. അപ്പോഴത്തേക്ക് 5 ഡബിൾ ക്രോഷ്യ ആവും. അപ്പോൾ 3 ആയി. ഇനി 2 ചെയിൻ ഇട്ട് സ്ലിപ്പ് നോട്ട് കൊടുക്കാം. റിങ്ങിനകത്ത് സ്ലിപ്പ് നോട്ട് കൂടെ കൊടുക്കുമ്പോൾ രണ്ടാമത്തെ പെറ്റലും കംപ്ലീറ്റ് ആയി. കണ്ടോ, 2 പെറ്റൽ റെഡിയായി. ഇനി 3 പെറ്റലൂടെ ചെയ്തെടുക്കുകയാണ് കേട്ടോ. എത്ര പെറ്റൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഈ പെറ്റലിൻ്റെ വീതി നമുക്ക്, ഞാനിപ്പോൾ ഇവിടെ 5 എണ്ണമല്ലേ ചെയ്തത്, കൂടുതൽ വേണമെങ്കിൽ കൂടുതലും ചെയ്തെടുക്കാം. ഇനി ഞാൻ 3 പെറ്റലൂടെ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടില്ലേ, ദാ 5 പെറ്റലും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി യാണിതാ ഇതുപോലെ ഒന്ന് കുറച്ച് യാൺ വിട്ട ശേഷം കട്ട് ചെയ്തെടുക്കാം. ഫസ്റ്റ് ചെയ്തതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ കട്ട് ചെയ്ത യാണ് ഈ ഫ്ലവറിൻ്റെ ഫ്രണ്ട് സൈഡിലൂടെ മാജിക് റിങ്ങിനകത്തൂടെ ബാക്കിലെടുക്കണം കേട്ടോ. ദാ ഇതുപോലെ എടുത്ത് മാജിക് റിങ്ങിൻ്റെ ടെയിൽ പിടിച്ച് ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്ത് ബാക്കിൽ കെട്ടിയാൽ മതി, സെറ്റായിക്കോളും. ഇനിയിപ്പോൾ നമുക്കറിയാം ഡബിൾ ക്രോഷ്യയും ട്രിപ്പിൾ ക്രോഷ്യയും
ഫ്ലവർ ചെയ്യുമ്പോൾ എന്തോ ആണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് കേട്ടോ. നല്ല ഭംഗിയായിട്ട് ഫ്ലവർ കിട്ടി. കണ്ട് ഇത് ചെറിയ ഫ്ലവറാണേ. ഇത് നമുക്ക് ബീഡ് സെൻറ്ററിൽ സെറ്റ് ചെയ്ത് വയറ് കൊടുത്ത് ലീഫും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലവർ പോട്ടിനൊക്കെ സെറ്റ് ചെയ്യാം. ഇത് കണ്ടോ, 2 ഫ്ലവറിൻ്റെ വലിപ്പം കണ്ടോ. ഇതാണ് പറഞ്ഞത്, ഡബിൾ ക്രോഷ്യം ത്രിബിൾ ക്രോഷ്യം വെച്ച് ഇതുപോലെ വലിപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. വലിപ്പവും ചെറിയ ഫ്ലവർ വേണമെങ്കിൽ ചെറുത് ചെയ്തെടുക്കാം, വലുത് വേണമെങ്കിൽ നമുക്ക് വലുതും ചെയ്തെടുക്കാം. നല്ല രസമല്ലേ ഇത് കാണാനായിട്ട്. അപ്പോൾ ഈ ഫ്ലവർ പോട്ടിൻ്റെ വീഡിയോ എങ്ങനെയാണെന്ന് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.